ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫാബ്രിക് ബട്ടർഫ്ലൈ എങ്ങനെ എളുപ്പത്തിൽ നല്ല ഭംഗിയിൽ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഫാബ്രിക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പോളിസ്റ്റർ ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് തരം ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫാബ്രിക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ വീതി എടുക്കുന്നത് 9 ഇഞ്ചാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ നീളം മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് ഞാനിപ്പോൾ നീളം എടുക്കുന്നത്. നിങ്ങൾക്ക് അധികം വീതി ഇല്ലാത്ത തരം ബട്ടർഫ്ലൈ ആണ് വേണ്ടതെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 6 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും. ലെങ്ത്ത് വിഡ്ത്തും അതേപോലെ തന്നെ അത്രയൊക്കെ കുറച്ചിട്ട് എടുക്കാം. വലിയ ബട്ടർഫ്ലൈ ആണെങ്കിൽ കുറച്ച് വീതിയും നീളമൊക്കെ കൂടുതലായിട്ട് എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നീളം ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണി ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഈ സൈഡിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചീത്ത വശമാണ്, ഉൾവശമാണ്. ഉൾവശത്ത് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഈ താഴത്തെ സൈഡ് ഞാനിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് ഈ സൈഡിൽ ജസ്റ്റ് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കണം. ഇതുപോലെ മറിച്ചിട്ട് എടുത്തതിന് ശേഷം ഈ താഴത്തെ സൈഡ് ഇതുപോലെ 1/4 ഇഞ്ച് വീതം ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ലെവലില്ല, അതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പുറമേക്ക് കാണാത്ത രീതിയിലായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളർ നൂല് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയേയില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതും കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ വള്ളിക്കൊക്കെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ 2 സൈഡിൽ നിന്നും മടക്കിയിട്ട് സെൻറ്ററിൽ ഒന്നുകൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ വലിയ പീസ് എടുക്കാം. ഈ വലിയ പീസിൽ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത വള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിവശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 4-5 സ്റ്റിച്ചിട്ട് കൊടുത്തോളൂ. ഇതുപോലെ മെഷീൻ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് കൈകൊണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിൽ ബാക്കി വരുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് കളയുക, വള്ളിയുടെ തുണി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ ടോപ്പിന് വയ്ക്കാം, പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വയ്ക്കാം. ഒക്കെ ഏതിൽ വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഈ രീതിയിലായിട്ട് നിങ്ങളും ഫാബ്രിക് ബട്ടർഫ്ലൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ്. കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുത്താൽ ഫ്രോക്ക് വേറെ ലെവലായി മാറും. കുട്ടികളുടെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ടൈലറിങ് ക്ലാസ് ആദ്യം മുതലേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ അതിൽ ഞാൻ പറയുന്നുണ്ട്. ടൈലറിങ്ങിൽ വരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ടൈലറിംഗ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.